അപ്പം ഇന്ന് മൂലാട്ടോ അതേ ഏട്ടൻ നില വന്നപ്പോൾ കുറച്ച് പൂക്കളൊക്കെ വാങ്ങിച്ചുകൊണ്ട് സാധാരണ നമ്മൾ തൊടിയിലുണ്ടാവുന്ന പൂക്കളാണ് ഇടാറ്. തുമ്പയൊക്കെ നമുക്ക് ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ട് ഇഷ്ടമായി. അപ്പോൾ ദേ നമ്മുടെ പൂക്കളാണ് ഇതൊക്കെ. ആദ്യം കാട്ടി തന്നായിരുന്നല്ലോ ഇതൊക്കെ. അപ്പോൾ ദേ പൂവൊക്കെ കുറച്ച് ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ നമ്മൾ പറിക്കാറ് സാധാരണ. ഇത് കഴിഞ്ഞ് ഞാൻ ദേ പൂക്കളിടായിരുന്നു. തുമ്പയൊക്കെ പറിച്ച് പറഞ്ഞ് നമ്മൾ വാങ്ങിച്ച പൂവായിട്ടാണ് ഇട്ടത് മൊത്തം. തുമ്പ മാത്രം നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു ഇട്ടുള്ളൂ. ബാക്കിയൊക്കെ വാങ്ങിച്ചതാണ് ഇട്ടത്. മൂലായിട്ട് മൂല പിടിച്ചാണ് ഇടണമെങ്കിൽ നമ്മ ഇത് ആ മോനൂട്ടിൻ്റെ അടുത്തിരിക്കുന്നത് ചേച്ചിയുടെ കൊച്ചാട്ടോ. ചേച്ചിയുടെ കൊച്ചെന്ന് വെച്ചാൽ ഏട്ടൻ്റെ പെങ്ങളുടെ കൊച്ചാണത്. അവന് പൂക്കൾ കിട്ടാണ്ട് അവൻ പിണങ്ങി പോയി കളിക്കാമെന്നും പറഞ്ഞ് പൂക്കൾ അവന് വാരി വിതറണം. അതാണ് അവൻ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പറഞ്ഞ് തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് അവളുടെ കൂടെ കളിക്കാൻ പോയി. അവൾ കുറച്ച് ദിവസമായി വന്നിട്ട് കേട്ടോ. അവൾ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് വന്നതാണ്. നാളെ പോവും അവൾ. അപ്പം മോനൂട്ടിന് ഇവിടെ ഒച്ചപ്പാടായിരിക്കും ഇനി പോകുമ്പോൾ. അപ്പം നമ്മൾ ഇന്നത്തെ പൂക്കളൊക്കെ ഇത്തിരി മെനയിലിടാനാണ് ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ എന്നും ഒരു ഓടിപ്പാച്ചിലാണ് പൂക്കളിടാറ്. മോനൂട്ടൻ സമ്മതിക്കാറില്ല മര്യാദയ്ക്ക് ഇടാനൊന്നും. അപ്പം ഇന്ന് ഇത്തിരി സമയം കിട്ടിയതുകൊണ്ടും പിന്നെ മോനൂട്ടൻ വലിയ ഇടങ്ങേറില്ലാത്തതുകൊണ്ടും മര്യാദയ്ക്ക് ഇടാമെന്ന് വെച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മൂലമൊക്കെ പിടിച്ച് ശരിയാക്കി മര്യാദയ്ക്കിട്ടുണ്ടെങ്കിൽ അതിനിടയിൽ വർത്തമാനത്തിന് ഒരു ചേട്ടൻ വന്നായിരുന്നു. അപ്പോൾ ആളെടുത്ത് വർത്തമാനം പറഞ്ഞ് മോനൂട്ടിൻ്റെ അടുത്ത് വിശേഷങ്ങളൊക്കെ ചോദിച്ച് ആൾ പോയി. അപ്പോഴത്തേനും നമ്മുടെ പൂക്കൾ മോനൂട്ടിൻ്റെ തലയിലൊക്കെ വന്ന് എന്താണ്ടൊക്കെ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ പൂക്കൾ കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.